തൃശൂർ പൂരത്തിനിടെ അസാധാരണ സംഭവങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച തിരുവമ്പാടി ദേവസ്വം ഇന്നലെ രാത്രി പൂരം നിർത്തിവെച്ചു. വെടിക്കെട്ടിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബാരിക്കേഡ് വെച്ച് ആളുകളെ തടഞ്ഞതാണ് തിരുവമ്പാടി വിഭാഗത്തിനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് വെടിക്കെട്ട് നടത്തില്ല എന്ന് തിരുവമ്പാടി ദേവസ്വം പ്രഖ്യാപിച്ചു. ഇതോടെ വെടിക്കെട്ട് കാത്തിരുന്ന നൂറുകണക്കിന് പൂരപ്രേമികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. സംഭവത്തിന് പിന്നാലെ മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ കൃഷ്ണ തേജയും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തിരുവമ്പാടി ദേവസ്വം വഴങ്ങി. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പോലീസ് പെരുമാറിയത് കൊണ്ടാണ് പൂരം നിർത്തിവെക്കേണ്ടി വന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു. മഠത്തിലെ വരവ്, രാത്രി എഴുന്നള്ളിപ്പ് നിർത്തിവെക്കേണ്ടി വന്നതിൽ, നിർത്തിവെക്കാൻ നിർബന്ധിതരായതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പോലീസ് മേധാവികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി. എല്ലാവരും പോയി ചർച്ച നടത്തി. ഭാവിയിൽ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് കളക്ടറും മറ്റുള്ളവരും ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ചർച്ചയ്ക്കൊടുവിൽ പാറമേക്കാവും തിരുവമ്പാടിയും അല്പസമയത്തിനകം വെടിക്കെട്ട് നടത്താൻ തീരുമാനമായി. 10 മിനിറ്റിനകം വെടിക്കെട്ട് തുടങ്ങുമെന്നാണ് അറിയുന്നത്. പൂരനഗരിയിൽ നിന്ന് സൂരജ് സജി, അശ്വൻ പാലാഴി, എസ് ശ്യാംകുമാർ എന്നിവർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നു. ആദ്യം സൂരജ് സജിയിലേക്ക്. ഗുഡ് മോർണിംഗ് സൂരജ് സജി, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്? എന്തായാലും ഇന്നലെ രാത്രി ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞു. ഒരു തിരുവമ്പാടി ദിവസം ഒരു കോംപ്രമൈസിന് തയ്യാറായി. വെടിക്കെട്ട് നടക്കും. എപ്പോൾ നടക്കും? എന്തായാലും മിനിറ്റുകൾക്കകം തന്നെ ഈ വെടിക്കെട്ട് നടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. ഈ രാത്രി മഠത്തിൽ വരവിന് തൊട്ടു പിന്നാലെ 11 മണിക്ക് ബാരിക്കേഡുകൾ ഉയർത്തി സ്വരാജ് റൗണ്ടിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡുകൾ അടയ്ക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് ആരെയും കടത്തിവിട്ടില്ല. ഇതാണ് വലിയ പ്രകോപനത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിലേക്ക് ഉൾപ്പെടെ ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയം ദേവസ്വം ജീവനക്കാർ അടക്കം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തിയ സമയത്ത് അവരെയും തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസ് ലാത്തി വീശുകയുമായിരുന്നു. ആ സമയത്ത് തിരുവമ്പാടിയുടെ കുത്തുവിളക്കെടുത്ത ആൾക്ക് വരെ പരിക്കേറ്റു എന്നുള്ളതാണ് തിരുവമ്പാടിയുടെ ആരോപണമായി പറയുന്നത്. ഇത് ഒരു വശത്ത് ഒരു കാരണമായി നിൽക്കുന്നു. മറുവശത്ത് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായി. അത് ഈ വെടിക്കെട്ടിന് മുന്നോടിയായുള്ള ഈ കുഴി കുത്തുന്നതും അതുപോലെ തന്നെ കുറ്റിയടിക്കുന്നതും ഒക്കെ ഈ പൂരം നടക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതാണ്. ആ സമയത്ത് അവിടെ ഈ കരിമരുന്നടക്കം കൊണ്ടുവരാറില്ല. പക്ഷേ ഇതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം നടത്താറുണ്ട്. പക്ഷേ പോലീസ് പറഞ്ഞത് ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം പോലീസ് നൽകി. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം ജീവനക്കാരോട് പുറത്തു പോകണം, അതായത് ഈ മൈതാനത്ത് അവരോട് നിൽക്കാൻ കഴിയില്ല എന്ന് നിർദ്ദേശം നൽകി. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിക്കിടയാക്കി എന്നുള്ളതാണ് തിരുവമ്പാടി പറയുന്നത്. അത് വൈകാരിക വിഷയമായി തന്നെ തിരുവമ്പാടി എടുത്തു. തൊട്ടു പിന്നാലെ രാത്രി മഠത്തിൽ വരവ് അവസാനിപ്പിച്ചുകൊണ്ട് തിരുവമ്പാടി അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. ഒരാനയെ മാത്രം വടക്കുംനാഥന്റെ മുന്നിൽ കൊണ്ടുവന്ന് വണങ്ങി ഈ ചടങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന, അതായത് നടുവിലാലുണ്ടായിരുന്ന പന്തലിലെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ വെടിക്കെട്ട് നടത്തില്ല എന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് തൊട്ടു പിന്നാലെ പോലീസിന് നേരെ ഉയർന്നത്. ഇവർ ആരോപണ നിലയിൽ നിർത്തിയതും അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചതും കമ്മീഷണർക്കെതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം പോലീസിനെതിരെ ഉയർന്നു. പോലീസ് ഗോബാക്ക് മുദ്രാവാക്യം അടക്കം വിളിച്ചുകൊണ്ട് നടുവിലാലിൽ പൂരപ്രേമികൾ സംഘടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് പലകുറി ലാത്തി വീശി. ഒടുവിൽ മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ഇടപെട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തിരുവമ്പാടി ഈ അഴഞ്ഞ് ഈ പൂരവെടിക്കെട്ട് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിയും എല്ലാം നടത്തിയ നിർണായകമായ നീക്കത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഈ വെടിക്കെട്ട് ആരംഭിക്കാനുള്ള നടപടികളെല്ലാം നടക്കും. എന്തായാലും അതിന്റെ പരിശോധനകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും പൂരപ്രേമികളെ സംബന്ധിച്ച് ഒരു നിരാശയുള്ളത് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെടിക്കെട്ടാണ്. വെടിക്കെട്ടിന്റെ ഏറ്റവും വലിയ ദൃശ്യഭംഗി തന്നെയാണ് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ഇപ്പോൾ നേരം പുലർന്ന് 7 മണി കഴിഞ്ഞിരിക്കുന്നു. നേരം നല്ലതുപോലെ, സൂര്യൻ നല്ലതുപോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെടിക്കെട്ടിന്റെ ഭംഗി, ശോഭ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഇവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും 8 മണിയോടുകൂടി പകൽപൂരം ആരംഭിക്കാനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വെടിക്കെട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവമ്പാടിയിലാണ്. തിരുവമ്പാടിയിലും ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. താങ്ക് യു സൂരജ് സജി. ഇനി ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം, എന്തൊക്കെയാണ്? വെടിക്കെട്ട് ആരംഭിക്കുന്ന സമയം ഏതാണ്ട് അടുത്തു വരികയാണല്ലോ. വിവരങ്ങൾ, അപ്ഡേറ്റ്സ്.
SKN വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പടക്കം ആകാശത്ത് പൊട്ടുന്ന ശബ്ദം നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. ആളുകൾ ഉൾപ്പെടെ ഈ MG റോഡിൽ ഉൾപ്പെടെ ഇരിക്കുകയാണ്. വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ മണിക്കൂറുകൾ നീണ്ട സഹനത്തിനും ക്ഷമയ്ക്കുമൊക്കെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൂരപ്രേമികൾ ഈ പകൽ രാവിലെ
പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് ഒരുപക്ഷെ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ദൃശ്യപ്പൊലിമ ചോർത്തി കളയുന്ന ഒരു പകൽ വെടിക്കെട്ട് നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരും. സൂരജ് സജി, വെടിക്കെട്ടിനൊരു ഇടവേളയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ വെടിക്കെട്ട് കാണാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സൂരജ്, എങ്ങനെയാണ് ഈ വെടിക്കെട്ട് പ്രിയപ്പെട്ട തൃശ്ശൂർക്കാരെ ആവേശം കൊള്ളിക്കുന്നുണ്ടോ? രാത്രി മുഴുവൻ ഉറക്കം മുളച്ച് ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് നിരാശയായോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ദൃശ്യചാരുതയില്ലാതെയാണ് പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കടന്നു പോകുന്നത്. എന്നാൽ വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ സമ്മാനിച്ച സംഭവങ്ങൾക്ക് ശേഷം ചർച്ചകൾക്കൊടുവിൽ വെടിക്കെട്ട് നടത്താൻ തീരുമാനമായി. സൂരജ് സജി, വെടിക്കെട്ടിനിടയിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട തൃശ്ശൂരിലെ ജനങ്ങളുടെ ആവേശം എങ്ങനെ അതുപോലെ തന്നെ നിൽക്കുകയാണോ, അതോ പകൽ കണ്ട വെടിക്കെട്ടിലുള്ള അസ്വസ്ഥതയിൽ പുകയുകയാണോ അവരുടെ മനസ്സ്? SKN എന്തായാലും വെടിക്കെട്ട് കിടുക്കി, പകലാണെങ്കിൽ പോലും കിടുക്കി എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. രാത്രിയാണെങ്കിൽ അതിലേറെ മനോഹരമായേനെ, പക്ഷെ പകലാണെങ്കിൽ പോലും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ആ പാറമേക്കാവിൻ്റെ വെടിക്കെട്ടാണ് ഇപ്പോൾ കണ്ടത്. ഇനി തിരുവമ്പാടിയുടെ വരാനിരിക്കുന്നു, കണ്ടതിലേറെയാണ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളത് പോലെ തിരുവമ്പാടിയും തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ദൃശ്യഭംഗി കിട്ടിയില്ല എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് എല്ലാവർക്കും അവസാനം, അതായത് നമ്മളൊക്കെ നിൽക്കുന്ന ഈ തിരുവമ്പാടിയുടെ ഭാഗത്തേക്കൊക്കെ ഈ കൂട്ടപ്പൊരിച്ചിൽ ഇങ്ങോട്ടെത്തുന്ന സമയത്ത് പലരും ഈ കാത് പൊത്തിപ്പിടിച്ചാണ് നിന്ന്. അത്ര ഏറെ ശബ്ദത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു ഈ വെടിക്കെട്ടുണ്ടായിരുന്നത്. എന്തായാലും പൂരപ്രേമികളെ സംബന്ധിച്ചെല്ലാം അവർ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണുള്ളത്. അവർ പ്രതീക്ഷിച്ചത്, അതായത് ഈ മണിക്കൂറുകൾ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്നവർ പറയുന്നു. പക്ഷേ നിരാശയുണ്ട്. കാരണം ഇത് പുലർച്ചെയായിരുന്നുവെങ്കിൽ അതിൻ്റെ ദൃശ്യഭംഗി നമ്മൾ ഈ കാണുന്നതിനൊക്കെ അപ്പുറത്തായേനെ. പക്ഷേ എന്നാൽ പോലും ആ ശ്രവ്യഭംഗി എല്ലാവരെയും ആകർഷിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഇവരെല്ലാവരും ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. ഇനിയും തിരുവമ്പാടിയുടെ കൂടി വരാനുണ്ട്. തിരുവമ്പാടിയുടെ എന്തായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇതിനകത്തൊരു സസ്പെൻസ് ഉണ്ട് ഈ വെടിക്കെട്ടിനകത്ത്. അത് ഈ ദൃശ്യഭംഗി വരുത്തുന്നതിലാണ് സസ്പെൻസ്. ആ സസ്പെൻസുകൾ എന്താണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഭവമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലും ഇനി തിരുവമ്പാടി തയ്യാറെടുത്തിരിക്കുന്നു. സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയത്ത് പാറമേക്കാവിനേക്കാൾ ഏറെ സമയം, അതായത് 3 മിനിറ്റ് നേരമായിരുന്നു പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ടെങ്കിൽ തിരുവമ്പാടിയുടെ 6 മിനിറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൂട്ടപ്പൊരിച്ചിൽ ഉണ്ടായിരുന്ന തിരുവമ്പാടിയുടേതായിരുന്നു. പക്ഷേ അതിന് പകരം വീട്ടുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് മറുപടി എന്ന നിലയിൽ ഇക്കുറി ഞെട്ടിക്കുന്ന ഒരു വെടിക്കെട്ടാണ് അത് പാറമേക്കാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇനി തിരുവമ്പാടിയുടേത് എന്താകും എന്നുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുന്നു. അപ്പോഴും ദൃശ്യഭംഗി ലഭ്യമായില്ല എന്ന പരിഭവം അത് പൂരപ്രേമികൾക്കിടയിലുണ്ട്. വിജയകുമാർ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ രാത്രി പ്രതിസന്ധികൾ ഉണ്ടായി, അതെല്ലാം ഒഴിഞ്ഞു. ആദ്യത്തെ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി തിരുവമ്പാടിയുടെ ഊഴമാണെന്ന് തോന്നുന്നു. വിജയകുമാറിൻ്റെ മനസ്സിലെ ഫീലിംഗ്? SKN, ഇന്നലെ ഇത് രാത്രി വളരെ വൈകി നടക്കേണ്ട ഒരു വെടിക്കെട്ടാണ്. കാരണം രാത്രിയിലാണ് വെടിക്കെട്ട് എല്ലാവർക്കും ആസ്വാദ്യകരമാവുക കുറെ കൂടി. അപ്പോൾ അതനുസരിച്ചാണ് വെടിക്കെട്ട് രാത്രി വൈകി 12 മണിക്ക് ശേഷം എന്ന മട്ടിൽ ക്രമീകരിക്കുന്നത്. ആദ്യം പാറമേക്കാവും പിന്നീട് തിരുവമ്പാടിയും അങ്ങനെയാണ് ക്രമീകരിക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിയുടെ വെടിക്കെട്ടിൻ്റെയൊക്കെ സമയമാകുന്നതിന് മുൻപ് രാത്രി പൂരം എന്ന് വെച്ചാൽ പകൽ നടക്കുന്ന പൂരത്തിൻ്റെ അതേ ചടങ്ങുകൾ രാത്രിയിൽ നടക്കും. അപ്പോൾ രാത്രിയിലെ മടത്തിൽ വരവ് സമയത്ത് തുടങ്ങിയ പ്രശ്നമാണ്. ആ സമയം മുതൽ പോലീസും ദേവസ്വവും തമ്മിലുണ്ടായ ഒരു തരം തർക്കം, അത് ചില സമയത്ത് കയ്യാങ്കളിയുടെ വക്കോളം എത്തി. അങ്ങനെയാണ് പൂരത്തിൻ്റെ ചടങ്ങുകളാകെ പ്രതിസന്ധിയിലാക്കി തിരുവമ്പാടി വിഭാഗം പൂരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചത്. പിന്നീട് രാത്രി വൈകി മുഴുവൻ നടന്ന വിശദമായ ചർച്ചകൾ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ, നേതാക്കന്മാർ, ജില്ലാ കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് ഒടുവിൽ ആ ചർച്ചകൾ ഫലം കണ്ടു. അതുകൊണ്ട് രാവിലെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചു. നമ്മൾ ആദ്യം അറിഞ്ഞത് ഇന്ന് പാറമേക്കാവ് വൈകുന്നേരം മാത്രമേ വെടിക്കെട്ട് നടത്തുന്നുള്ളൂ എന്ന് ചില റിപ്പോർട്ടുകൾ അതിനിടെ വന്നിരുന്നു. പിന്നീടാണ് 2 ദിവസവും രാവിലെ തന്നെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത്. കാരണം ഉപചാരം ചൊല്ലി പിരിയുക എന്നത് ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈകാരിക ചടങ്ങ് കൂടിയാണ്. അതിന്ന് ഉച്ചയോടുകൂടി നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞ് വീണ്ടും വെടിക്കെട്ട് നടത്തുക എന്നതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നത് പിന്നീട് ദേവസ്വങ്ങൾ തന്നെ അത് അറിയുകയും പിന്നീട് അതുപോലെ പൊതുപ്രവർത്തകരുടെ ഒക്കെ സ്നേഹനിർഭരമായ ഒരു നിർബന്ധം കൂടി അവർക്ക് മേൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് തന്നെ രാവിലെ തന്നെ വെടിക്കെട്ടിന് 2 ദിവസവും തിരികൊളുത്തി അങ്ങനെ വെടിക്കെട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെടിക്കെട്ട് കുറെ കൂടി ആസ്വാദ്യകരമാവുക. ഇന്നലെയൊക്കെ പൂരപ്പറമ്പിൽ കണ്ട പലരും അവർ രാത്രി വൈകി അവിടെ റൂമൊക്കെ നേരത്തെ തന്നെ എടുത്ത്
വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നവരാണ്. അവർ രാവിലെ ട്രെയിനിന് തിരികെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനിരുന്നവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടായിരുന്ന പലർക്കും ഈ വെടിക്കെട്ട് മിസ്സായിട്ടുണ്ട്. കാരണം ഇന്നലെ കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ തിരികെ പോകാൻ അവർക്ക് ഒരു പക്ഷേ ട്രെയിനൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് അവർക്ക് ആ സമയത്ത് പോകേണ്ടിയും വരും. എന്തായാലും അതിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ പറ്റുക ഈ രാത്രി ആ വെടിക്കെട്ട് നടക്കുമ്പോഴാണ്. രാത്രിയിലാണ് ഈ കൂടുതൽ ആകാശത്തേക്ക് ഉയർന്നു പൊട്ടുന്ന വലിയ അമിട്ടുകളൊക്കെ, അതിലൊക്കെ പൂക്കളൊക്കെ ചിതറുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത പ്രത്യേകം വെടിക്കെട്ടുകൾ അല്ലെങ്കിൽ ഗുണ്ടുകളും അമിട്ടുകളും ഒക്കെ രാത്രിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കമ്പ കെട്ടുന്നവർ. അപ്പോൾ ആ കമ്പക്കെട്ടുകാർക്ക് രാത്രി പൊട്ടിക്കുന്നതാണ് അവർക്കും നല്ലത്, അല്ല അവർക്കും അതാണ് കൂടുതൽ താല്പര്യം, അത് കൂടുതൽ മനോഹരമാകുന്നത് അപ്പോഴാണ്. എന്തായാലും ഈ രാത്രി പൂരത്തിനുണ്ടായ പ്രതിസന്ധി, അതിനെ തുടർന്നുണ്ടായ തർക്കം, അതൊക്കെ കൊണ്ട് വെടിക്കെട്ട് നീണ്ടുപോയി. ഇന്ന് തന്നെ നടന്നു എന്നത് ഒരു പക്ഷേ ഈ ചർച്ചകളുടെയൊക്കെ ഒരു നല്ല ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തൃശ്ശൂർ പൂരം തുടങ്ങിയ പൂരത്തിൻ്റെ ആലോചന മുതൽ വിവിധ സമയങ്ങളിൽ ഈ വനം വകുപ്പ് ഇറക്കിയ സർക്കുലർ, അതിനെതിരെ കോടതിയിൽ ദേവസ്വം വരുന്നു. ചില സർക്കുലർ അപ്പോൾ തന്നെ സർക്കാർ പിൻവലിക്കുന്നു. അങ്ങനെ ഇറക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ പരിഹരിച്ചാണ് ഇന്നലെ പൂരം ഗംഭീരമായി പകൽ മുഴുവൻ നടന്നത്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് അല്പനിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? അത് ആരംഭിക്കാറായോ? ഇനി കാത്തിരിക്കുന്നത് അല്പസമയത്തിനകം തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനാണ്. ഏതായാലും പകലാണെങ്കിലും ഈ വെടിക്കെട്ട്, ഇപ്പോൾ നടന്ന പാറമേക്കാവിന്റെ വെടിക്കെട്ട് അത് ഗംഭീരമായിരുന്നു. പക്ഷേ ആളുകളെല്ലാം പറഞ്ഞു പോകുന്ന നിരാശ, അത് ശരിക്കും അനുഭവിക്കാനായിട്ട് പറ്റിയിരുന്നത് ഇന്നലെ രാത്രിയായിരുന്നു. അത് പറ്റിയില്ല എന്നുള്ളതാണ്. ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഈ വെടിക്കെട്ട് കണ്ടു പോകുന്നവരൊക്കെ അവരുടെ നിരാശ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകളൊക്കെ ഇതിലെ പോകുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അതിന്റെ ഭംഗി പോയി. നന്നായിട്ടുണ്ട്, അതിഗംഭീരം. രാത്രി ആയില്ല, അതാ വളരെ മോശമായത്. അടിപൊളിയായിരുന്നു. പക്ഷെ രാത്രിയാണെങ്കിൽ അത് നല്ല കൂടുതൽ അടിപൊളി. അതുണ്ടോ അറിയില്ല, എല്ലാം കൂടി ഒരുമിച്ച് തൃശ്ശൂര് അതിനൊക്കെ എന്താ ചേട്ടാ, വെടിക്കെട്ടിന് ഇന്നലെ രാത്രി മുതൽ ഇരുന്നതാ കാണാൻ വേണ്ടിട്ട്. ഇപ്പോഴാ പൊട്ടിയത്. പോരാട്ടാ, പോരാ. വെടിക്കെട്ട് നന്നായിരുന്നു, പക്ഷെ നേരം വൈകി, അത്ര മാത്രമേ ഉള്ളൂ. എത്ര സ്ത്രീകളും കുട്ടികളൊക്കെ പോലീസുകാർ വന്നിട്ട് എന്ത് ആൾക്കാർ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. പോലീസുകാർ വന്നിട്ട് ഇടയ്ക്കുന്ന ബാക്കിൽ കുട്ടികളും സ്ത്രീകളൊക്കെ നിൽക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ എന്താണത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ശ്യാംകുമാർ, നമുക്കിപ്പോൾ അശ്വിൻ പാലാഴി കൂടി ചേരുന്നു. അശ്വിൻ, തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ഉടൻ ആരംഭിക്കും. എന്തായാലും ഈ പകൽ നേരം നടക്കുന്ന വെടിക്കെട്ട് അത്ര ആകർഷകമായില്ല എന്നാണ് ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഈ വെടിക്കെട്ട് പൊലിമയില്ലാതെ കണ്ടു എന്നുള്ള നിരാശയിലാണ് പല ആൾക്കാരും മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് അശ്വിൻ പാലാഴി, പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇന്നലെ രാത്രി 11 മണിക്കാണ് പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ മുതൽ 8 മണിക്കൂറിന്റെ കാത്തിരിപ്പാണ് തൃശ്ശൂർക്കാർ ഈ വെടിക്കെട്ടിന് വേണ്ടി കാത്തിരുന്നത്. അതിൽ പലരും ആദ്യ വെടിക്കെട്ടിന് ശേഷം പലരും തിരികെ മടങ്ങുന്നുണ്ട്. ജോലിക്കാരും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ഇന്നലെ ഈ തേക്കിൻകാട് മൈതാനി ചുറ്റുമുള്ള സ്വരാജ് റോഡിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇതിനുവേണ്ടി ഇന്നലെ ഈ രാത്രി കഴിച്ചുകൂട്ടിയത്. എന്തായാലും രാവിലെ ഏറെ വൈകിയാണെങ്കിലും ഒരു പാറമേക്കാവിന്റെ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി തിരുവമ്പാടിയുടെ അരമണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് കാണാൻ കാത്തു നിൽക്കാതെ പലരും മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ദൃശ്യഭംഗി ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ പല സർപ്രൈസുകളും ഈ വെടിക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാനോ അതൊന്നും ആസ്വദിക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ രാവിലെ നടത്തിയ വെടിക്കെട്ട് പോയി എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന പരാതി. വലിയ ചിലവ് കൊടുത്ത് വലിയ സാമ്പത്തികം ഇറക്കിക്കൊണ്ടാണ് ഈ സർപ്രൈസ് വെടിക്കെട്ടുകൾ ഈ വെടിക്കെട്ടിന്റെ ഏറ്റവും ഒടുവിലായി ഇവർ ചേർത്തിരുന്നത്. എന്നാൽ അതൊന്നും ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ചില എഴുത്തുകൾ ഉൾപ്പെടെ ചില സർപ്രൈസ് എഴുത്തുകൾ ഇവർ പ്രസ് മീറ്റിലടക്കം ഇവർ പറഞ്ഞിരുന്നു. മഞ്ഞുമേൽ ബോയ്സ് എന്ന പേരുള്ള സർപ്രൈസ് പടക്കങ്ങളടക്കം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം വിഫലമായി പോകുന്ന, അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ലാതായി പോകുന്ന സാഹചര്യത്തിലേക്ക് വെടിക്കെട്ട് പോയി എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും പൊലിമയില്ലാതെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് കടന്നുപോയി എന്ന നിരാശയിലാണ് ഇപ്പോൾ തൃശ്ശൂർ. എന്നാൽ ഇന്നലെ രാത്രി അരങ്ങേറിയ പ്രതിസന്ധി വല്ലാത്ത ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിലാണ് പൂരപ്രേമികളെ ഇരുത്തിയത് എന്ന കാര്യം സ്പഷ്ടമാണ്. എസ് വിജയകുമാർ വീണ്ടും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വിജയകുമാർ, ഇന്നലെ രാത്രിയിൽ നടന്ന തർക്കങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വലിയ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിജയകുമാർ എന്താണെന്ന് തോന്നുന്നത്?
SKN അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവം കൂടി കൈവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പോലീസ് ആ നിലയിൽ ഇടപെട്ടതെന്നൊക്കെയുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഈ പാറമേക്കാവിലെ എഴുന്നള്ളത്തിന്റെ സമയത്ത് ആ തിടമ്പേറ്റിയ ഒരു ആനയെ മാത്രം കടത്തിവിടുക, ആ ആനയ്ക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു എന്നാണ് ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്. തന്നെയല്ല, അവരോടൊപ്പം ഉണ്ടായിരുന്നവരോട് പോലീസ് വളരെ മോശമായി പെരുമാറി, ചിലരെ പിടിച്ചു തള്ളി. പോലീസ് 2 സ്ഥലങ്ങളിൽ ലാത്തി വീശി അവിടെ ഉണ്ടായിരുന്ന പൂരം ആസ്വാദകരെയും ഈ ദേവസ്വം ഈ എഴുന്നള്ളത്തിനോടൊപ്പം വന്ന നാട്ടുകാരെയും ദേശക്കാരെയും ഓടിച്ചു, അവരെ ഭയപ്പെടുത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഈ വെടിക്കെട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്, പൂരം നടപടികളിൽ നിന്ന് പിന്മാറേണ്ടി വന്നതെന്ന് ദേവസ്വം അറിയിച്ചു. സാധാരണ ദേവസ്വത്തിൻ്റെ കടുത്ത പ്രതിഷേധം അവിടെ ഉണ്ടായി. ദേവസ്വം അവരുടെ അലങ്കാര പന്തലിലെ ലൈറ്റുകൾ മുഴുവൻ പെട്ടെന്ന് അണച്ച് ആനകളെ മാത്രം അവിടെ നിർത്തി. ദേവസ്വം ഭാരവാഹികളൊക്കെ അവിടുന്ന് പോയി പ്രതിഷേധത്തെ തുടർന്ന്. ആ നിലയിൽ ഈ തിടമ്പേറ്റിയ ആനയെ മാത്രം അല്ലെങ്കിൽ കടത്തിവിടുള്ളൂ എന്ന നിലയിലേക്ക് പോലീസിൻ്റെ നിയന്ത്രണം കർശനമായതോടെയാണ് പ്രശ്നം തുടങ്ങിയത്. പക്ഷേ ദേവസ്വം ഭാരവാഹികൾ പിന്നീട് ഈ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞത് ഇന്നലെ ഈ പകൽപൂരത്തിൻ്റെ സമയത്ത്, ഇന്നലെ പൂരത്തിൻ്റെ സമയത്ത് പോലീസ് പലയിടത്തും ഈ ദേവസ്വം ഭാരവാഹികളോടൊപ്പം അല്ലെങ്കിൽ ദേശക്കാരെ തടയുകയും അവരെ തള്ളി മാറ്റുകയും ബലം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കുടമാറ്റത്തിൻ്റെ സമയത്തും അതുണ്ടായി. സാധാരണഗതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതല്ല. ഇത്തവണ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ദേവസ്വം ഭാരവാഹികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇടപെടലിന് കുറച്ച് വൈകുകയും ചെയ്തു. സാധാരണഗതിയിൽ പകലാണെങ്കിൽ പൊതുപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്, മന്ത്രിമാരും ഒക്കെ ഉണ്ടാകാറുണ്ട് അവിടെ. പക്ഷേ ഇന്നലെ ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മന്ത്രി കെ രാജൻ പെട്ടെന്ന് അവിടേക്ക് എത്തി, കളക്ടറും എത്തി. 2 കൂട്ടരും ദേവസ്വം ഭാരവാഹികളുമായി പെട്ടെന്ന് ചർച്ച നടത്തുന്നു. ആ സമയമാകുമ്പോഴേക്കും അവിടുത്തെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാറും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും അവിടേക്ക് എത്തുന്നു. അവരും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് പിന്നെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ട് ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടുവെങ്കിലും അവിടെ പൂരം തടസ്സപ്പെട്ടു. വെടിക്കെട്ട് പുലർച്ചയിലേക്ക് മാറ്റേണ്ടി വന്നു. ഒരു സമയത്ത് വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണെന്ന് ദേവസ്വങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പൂരം പാതിയിൽ നിർത്തിപ്പോകുന്നു എന്ന് ദേവസ്വങ്ങൾ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതിന് ചടങ്ങുകൾ മാത്രമാക്കി ഇനി ചുരുക്കും, ആചാരപരമായ ചടങ്ങുകൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് ദേവസ്വം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് ജനപ്രതിനിധികളുടെ ഒക്കെ സംയോജിതമായ ഇടപെടൽ മൂലം ഈ പൂരചടങ്ങുകൾ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പൂരം ആസ്വാദകർ പലരും പറയുന്നത് പോലെ ഈ വെടിക്കെട്ട് രാത്രിയിലാണ് കാണേണ്ടത്. രാത്രിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന പല കമ്പക്കോപ്പുകളും ഇതായി പൊട്ടിക്കാനാവാതെ അവർ തിരികെ കൊണ്ടുപോവുകയാണ്, അത് നശിപ്പിച്ച് കളയുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്പെഷ്യൽ വെടിക്കെട്ടുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്പം എന്ന് പറയാറുണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ടില്ല ഇന്നിപ്പോൾ. അത് പകൽ ഉപയോഗിച്ചാൽ അത് കാണാൻ പോലും കഴിയില്ല, അതിൻ്റെ ഭംഗി അറിയില്ല. ആകാശത്ത് ഈ ദൃശ്യങ്ങൾക്കൊപ്പം ചില എഴുത്തുകളൊക്കെ വരുന്നു. നേരത്തെ ശ്യാമൊക്കെ സൂചിപ്പിച്ചതുപോലെ, അശ്വിനൊക്കെ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ചില സ്പെഷ്യലുകൾ തയ്യാറാക്കിയിരുന്നു. അത് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ സമയത്ത് നേരത്തെ ഈ ദേവസ്വം ഭാരവാഹികളും കമ്പക്കെട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നു അത്തരം ചില സർപ്രൈസുകളുണ്ട് രാത്രിയിൽ ഇത്തവണ വെടിക്കെട്ടിന്. പക്ഷെ അതൊന്നും ഇന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാറമേക്കാവും തിരുവമ്പാടിയും അത് നേരത്തെ ഈ 2 കൂട്ടരും, ഒരാൾ രാവിലെയും ഒരാൾ വൈകിട്ടും എന്ന തീരുമാനമെടുത്തിരുന്നു. എന്തായാലും അതിപ്പോൾ പിന്മാറിയിട്ടുണ്ട്. രാവിലെ വലിയ സൂര്യപ്രകാശം ഉണ്ടാകുന്നതിന് മുമ്പ് 2 കൂട്ടരും വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചു. ഇതിപ്പോൾ നമ്മൾ അറിയുന്നത് പകലിത് പൊട്ടിച്ചങ്ങ് തീർക്കുകയാണ് രാവിലെ തന്നെ. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് കാത്തിരിക്കുന്നില്ല. എല്ലാവരും ക്ഷീണിതരാണ്. കാരണം തുടർച്ചയായി ഏതാണ്ട് 2 ദിവസത്തെ ഈ പൂരം ചടങ്ങുകൾ, അതിനു മുമ്പ് എത്രയോ ദിവസങ്ങൾ മുമ്പ് തുടങ്ങിയ ഇവരുടെ അധ്വാനം, അതുകൊണ്ട് എല്ലാവരും ക്ഷീണിതരാണ്. ഇനി ഒരു പകൽ കൂടി അതിനുവേണ്ടി കാത്തിരിക്കാതെ അത് ഇന്ന് രാവിലെ തന്നെ തീർക്കുകയാണ്. എന്തായാലും അതിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിൽ പൂരം പ്രേമികൾക്ക് നിരാശയുണ്ട്, സങ്കടമുണ്ട്. ഈ പൂരത്തിൻ്റെ മുഴുവൻ ചടങ്ങുകളും അതിൻ്റെ വെടിക്കെട്ടോടു കൂടിയാണ് അതിൻ്റെ ഒരു പാരമ്യതയിൽ എത്തുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും അവിടെ കാത്തിരുന്നത്. അവരൊക്കെ നിരാശരാണ്. ഇനിയിപ്പോൾ ഇന്ന് പകൽപൂരമുണ്ട്, മേളങ്ങളൊക്കെ കാണാം. ഉപചാരം ചൊല്ലി ഉച്ചയോടുകൂടി ഈ പൂരം പരിസമാപ്തിയാവുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് ഒരു വെടിക്കെട്ടിനെ പറ്റി ആലോചിക്കാത്തത് കൊണ്ടാവാം ആ ചടങ്ങെന്ന മട്ടിൽ അത് ഇന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത് പൊട്ടിച്ചങ്ങ് തീർക്കുന്നത്. ഈ SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണ്, വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.